നമസ്കാരം. താരസംഘടന അമ്മയുമായിട്ടുള്ളൊരു വാർത്തയാണ്. ഇപ്പം താരസംഘടന അമ്മയുടെ വാർത്ത ചെയ്യുന്നില്ലേ എന്നൊക്കെയാണ് ഞാനൊരു വീഡിയോ ചെയ്ത് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റാണ്. പക്ഷേ ഞാൻ ചെയ്യേണ്ട വരുന്നില്ല. മറ്റുള്ളവരെല്ലാവരും ഏറ്റെടുത്തു. മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തു. ഞാൻ വാർത്ത ചെയ്യുമ്പോഴായിരുന്നു അവിടെയുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രശ്നം. എനിക്കെങ്ങനെ വാർത്ത കിട്ടുന്നു എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും വാർത്ത കിട്ടുന്നു. അതുകൊണ്ട് എന്നിലേക്കായിരുന്നു, എനിക്കാര് തരുന്നു എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷേ ഞാൻ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അത് അവരുടെ ഇഷ്ടം. അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വാർത്ത താരസംഘടന അമ്മയായിട്ടുള്ള വാർത്തയാണ്. ഇന്ന് അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കേട്ടോ. അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം. താരസംഘടന അമ്മയിലെ വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് വാട്സാപ്പിൽ ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും മെയിലിലും അയച്ചിരിക്കുന്നു. വളരെ ബുദ്ധിപരമായിട്ടാണ് ഞാൻ മെയിലിൽ അയച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അംഗങ്ങൾ കണ്ടില്ലെങ്കിൽ മെയിലിലുമുണ്ട് എന്ന് കൃത്യമായി സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ജനറൽ സെക്രട്ടറി കുക്കു അറിയിച്ചിരിക്കുന്നത്. കാരണം വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ പൂട്ടിയല്ലോ. ഇപ്പോൾ അഡ്മിനുള്ളിയാക്കി ആർക്കും അങ്ങോട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് പറയണ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയയും സരയും ഒക്കെ അതിൽ നിന്ന് ലെഫ്റ്റായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് മെയിലിലും കൂടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ്. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം വളരെ പ്രാധാന്യവുമാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ കുടുംബസംഗമമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. കുടുംബസംഗമം ആരംഭം മുതൽ വിവാദങ്ങളായിരുന്നു. ഞാൻ പറയേണ്ട കാര്യമില്ല. അതിൻ്റെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയം. അമ്പല കമ്മിറ്റി സ്പോൺസർഷിപ്പിന് വരുന്നു. അതിന് വോട്ടെടുപ്പ് നടക്കുന്നു. ആ വോട്ടിൽ 8 പേര് ചെയ്യുന്നു. ഭൂരിപക്ഷമില്ലാതെ തന്നെ ആ അമ്പല കമ്മിറ്റി അതിലേക്ക് കയറ്റുന്നു. അതുമായിട്ട് വിവാദമുണ്ടാകുന്നു. കുടുംബസംഗമത്തിൻ്റെ തലേന്ന് രാത്രിയാണ് അമ്പല കമ്മിറ്റിയുടെ ലോഗോ തന്നെ പ്രസിഡന്റ് കൈമാറിയത്. അങ്ങനെയാണ് ആർച്ച് ഉണ്ടാക്കുന്നത്. അതൊക്കെ അറിഞ്ഞു പോയതാണ്. അതൊക്കെ ഓൺലൈനിലും ഒക്കെ ആയിട്ട് വാർത്ത വന്നിരുന്നു. അതിനൊരു വിവാദമുണ്ടായി. അന്നുണ്ടായ വിഷയം കുടുംബസംഗമത്തിൻ്റെ അന്ന് അതിൻ്റെ തലേ ദിവസം ടിനി ടോമും നീനാക്കുറുപ്പുമായി അവിടെ വലിയ വാക്പോരുകളുണ്ടായി, വലിയ മോശം പ്രവണത ഉണ്ടായി. അത് വാർത്തയിൽ വന്നാണ്. ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് വാർത്തയിൽ വന്നു. പിറ്റേ ദിവസം അമ്മയുടെ കുടുംബസംഗമം കഴിഞ്ഞ ശേഷം ടിനി ടോം ഒരു പോസ്റ്റ് ഗ്രൂപ്പിലിട്ടിരുന്നു. അത് പിന്നീട് പുറത്തു വന്നിരുന്നു. അത് വലിയ വാർത്തയായി. ടിനിയുടെയും നാദിർഷാക്കായുടെയും കണ്ണുനീര് വീണ സ്റ്റേജായിരുന്നു എന്ന് പറഞ്ഞു ഇട്ടു. കാരണം ഇവർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇവരെല്ലാവരും കൂടിയാണ് നടത്തിയത്. ടിനി ടോമും കൈലാഷും ഷിജോയും അതോടൊപ്പം തന്നെ ടിനി ടോമും നാദിർഷ, കൈലാഷ്, ഷിജോയി, സരയു അതിനകത്ത് ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ലക്ഷ്മിപ്രിയ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഒന്നും പേര് മെൻഷൻ ചെയ്യാതെ പ്രസിഡന്റും സെക്രട്ടറിയും ഉരുണ്ട് കളിച്ചു എന്നാണ് ഇവരൊരു ആശയം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർക്കൊരു സങ്കടമുണ്ടായി. അത് വലിയ വാർത്തയായി. മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയായി. ഇതിനുശേഷമായിരുന്നു ലക്ഷ്മിപ്രിയയുടെ ഒരു ഓഡിയോ പുറത്തു വരുന്നത്. ലക്ഷ്മിപ്രിയയുടെ ഓഡിയോ പുറത്തു വന്നു. ആ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും തരംഗമായി മാറി. ആ ഓഡിയോ എല്ലാവരും ഓഡിയോ ക്ലിപ്പ് കൊടുത്തു. എല്ലാവർക്കും ചോർന്ന് കിട്ടിയപ്പം എനിക്കും ചോർന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ വാർത്ത, അതിനൊക്കെ മുമ്പ് ആളുകൾക്ക് കിട്ടി. അതിന് മുമ്പ് വാർത്ത. അപ്പം അവിടെ ചോർത്തി കൊടുക്കുന്നവർ ഒത്തിരി പേരുണ്ടെന്നുള്ളത് തെളിവാണ്. അത് എനിക്ക് വാർത്ത വരുമ്പോൾ മാത്രമായിരുന്നു ഇവരുടെ വിഷയം. ബാക്കി എല്ലാവർക്കും കിട്ടിയപ്പോൾ പ്രശ്നമില്ല. ആ ഓഡിയോ ക്ലിപ്പ് എനിക്ക് തോന്നുന്നു ഒരു ഓൺലൈൻ ചാനലാണ് അത് ആദ്യം വാർത്ത ചെയ്യുന്നത്. ആ വാർത്ത ചെയ്ത് വലിയ രീതിക്ക് ചർച്ച ചെയ്യുക. പിന്നീട് എല്ലാവർക്കും ആ വാർത്ത കിട്ടി. ആ ഓൺലൈൻ മീഡിയയ്ക്ക് മാത്രം സെക്രട്ടറിയുടെ കുക്കു പരമേശ്വരൻ്റെ ഓഡിയോയും കിട്ടി. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ റൂട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രേക്ഷകരും അതിലുള്ള അംഗങ്ങൾ ആ റൂട്ട് എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഈ ലക്ഷ്മിപ്രിയ ഇട്ട ഓഡിയോ വലിയ രീതിക്ക് ലക്ഷ്മിപ്രിയയ്ക്ക് ഡാൻസിൻ്റെയും തിരുവാതിരയും ചുമതല ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫാഷൻ ഷോയുടെ ചുമതല നീനാക്കുറുപ്പിനായിരുന്നു. ആ തിരുവാതിരയ്ക്കും ഈ ഡാൻസിനും ഉണ്ടായിരുന്ന ഒരു ആക്ടറെ റൂമിൽ പൂട്ടിയിട്ടു. ആ കുട്ടിയെ ഇങ്ങോട്ട് വിട്ടില്ല. ആ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ നീനാക്കുറുപ്പ് പ്രവർത്തിച്ചത് അപ്പോൾ ഈ പ്രായം ചെന്ന കുറേ ആർട്ടിസ്റ്റുകളായിരുന്നു, നമ്മുടെയൊക്കെ അമ്മമാർ. അവർക്ക് ഭയങ്കര വിഷമമുണ്ടായി ആ കുട്ടിയെ കാണാതെ വന്നപ്പോൾ. അങ്ങനെ അമ്മമാർ ഉൾപ്പെടെ ശപിക്കുന്ന ഒരു നിലയിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ അമ്മമാരൊക്കെ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് വരെ പറയുന്നു. അങ്ങനെ ചെയ്തതിനെതിരെയാണ് ലക്ഷ്മിപ്രിയ ഒരു ഓഡിയോ പുറത്തുവിട്ടത്. അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ 17 പേർ അംഗങ്ങളുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഓഡിയോ ഇട്ട്. ആ ഓഡിയോ ക്ലിപ്പാണ് ചോർന്നത്. ആ ഓഡിയോ ക്ലിപ്പ് ചോർന്നത് വലിയ വാർത്തയായി. അപ്പോൾ കുക്കു ഇട്ട ഓഡിയോ ഒരാൾക്ക് മാത്രം ചോർന്ന് കിട്ടുകയും ചെയ്തു. മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അവിടെ ശ്രദ്ധിക്കുക, ഒരാൾക്ക് മാത്രം ചോർന്ന് കിട്ടി. ഇതെല്ലാം വിട്ട് ലക്ഷ്മിപ്രിയക്കെതിരെ നടപടി വേണമെന്നായി. അതിന് ലക്ഷ്മിപ്രിയക്കെതിരെ നടപടി വേണമെന്ന് നീനാക്കുറുപ്പ് കത്ത് നൽകി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കിതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. കത്ത് നൽകി. ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം. ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ യോഗം എങ്കിലും
കൃത്യമായിട്ടൊന്ന് വാർത്ത കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയതും. ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിർണായകമായ തീരുമാനമുണ്ടാവും. ലക്ഷ്മിപ്രിയക്കെതിരെ നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിപ്രിയക്കെതിരെ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്കും. അപ്പം ലക്ഷ്മിപ്രിയയ്ക്ക് അത്തരമൊരു വിഷയം ഉണ്ടാകാനുള്ള കാരണം നീനാക്കുറുപ്പാണ്. അപ്പം നീനാക്കുറുപ്പിനെതിരെ നടപടി വേണ്ടേ? ഇതിലെല്ലാം പ്രധാനമായി ഈ ഓഡിയോ ക്ലിപ്പ് ചോർത്തിക്കൊടുത്തത് ആരാണെന്ന് കണ്ടെത്തണം. പണ്ട് ഇതുപോലെ ഒരു ഓഡിയോ ക്ലിപ്പ് ഗണേഷൊക്കെ ഉള്ള സമയത്ത്, ലാലേട്ടനൊക്കെ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു, ജഗദീഷ് ചേട്ടനൊക്കെ ഉള്ള സമയത്ത് ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്കായി. അത് പിന്നെ ഓഡിയോ ക്ലിപ്പിൽ അന്വേഷണ കമ്മിറ്റി വരെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായിരുന്നു അന്നത്തെ ഏറ്റവും വിവാദമായത്. അതുപോലെ ഈ ഓഡിയോ ക്ലിപ്പ് ആർക്കാണ് ചോർത്തിക്കൊടുത്തത്, ആരാണ് ചോർത്തിക്കൊടുത്തത്? നിസ്സാരമായി സൈബർ സെല്ലിൽ അന്വേഷിക്കാം. ആ നടപടിയിലേക്ക് ഇവർ പോകുമോ, അതോ നടപടി മറ്റ് ഈ താരങ്ങൾക്കെതിരെ നടപടിയിലേക്ക് പോകുമെന്നാണ് കാത്തിരുന്ന് കാണുന്നത്. അങ്ങനെ നടപടിയിലേക്ക് പോയാൽ തലേദിവസം കുടുംബസംഗമത്തിന് തലേദിവസം ഉണ്ടായ വിഷയങ്ങളുണ്ട്, നീനാക്കുറുപ്പും ടിനി ടോമുമായി ഉണ്ടായ വിഷയമുണ്ട്, അതും നടപടിയിലേക്ക് പോകും. ഇതെല്ലാം കാത്തിരുന്ന് കാണാം. എന്നാലും ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം വളരെ പ്രാധാന്യമാണ്. താരസംഘടന അമ്മയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഈ കുടുംബസംഗമം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. ഒരാളെ പുറത്താക്കണമെങ്കിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഭൂരിഭാഗം അംഗങ്ങളുടെ താല്പര്യം വേണം. ഭൂരിഭാഗം ഉണ്ടെങ്കിൽ ആരെയും മാറ്റി നിർത്താൻ പറ്റും. അങ്ങനെ മാറ്റി നിർത്തിയാലും പിന്നീട് ഡിസ്മിസ് ചെയ്യാൻ കഴിയുന്നത് ജനറൽ ബോഡിക്ക് മുൻപാകെ പോകണം. ജനറൽ ബോഡിക്ക് ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു അവകാശമുള്ളൂ. ഇത് എക്സിക്യൂട്ടീവ് യോഗത്തിന് മാറ്റി നിർത്താൻ കഴിയും. എക്സിക്യൂട്ടീവ് അങ്ങനെ മാറ്റി നിർത്തി ജനറൽ ബോഡിക്ക് കൊണ്ട് ഡിസ്മിസ് ചെയ്യുന്ന നിലയിലേക്ക് പോകും. അത്രയും കടും കയ്യിലേക്ക് പോകുന്നുണ്ടോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ആയിരിക്കും അത്. ഇന്ന് ചേരുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും തീരുമാനം എന്നുള്ളത്. എന്തായാലും അമ്മയുടെ വാർത്ത ചെയ്യാത്തതല്ല, ഞാൻ ചെയ്യുന്നതിന് മുമ്പ് മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്. ആ ചോർത്തി കൊടുക്കുന്നവരെ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മിപ്രിയക്കെതിരെ ഊമക്കത്ത് വരെ അയച്ചവരുണ്ട്. ലക്ഷ്മിപ്രിയ ഈ കാര്യങ്ങൾ പ്രതികരിച്ച ലക്ഷ്മിപ്രിയയുടെ പഴയ കേസുകൾ കുത്തിപ്പൊക്കി ഊമക്കത്ത് അയച്ചവരുമുണ്ട് അംഗങ്ങൾക്ക്. ആ ഊമക്കത്ത് അയക്കണമെങ്കിൽ അംഗങ്ങൾക്ക് ഊമക്കത്ത് അയക്കണമെങ്കിൽ കീ പോസ്റ്റിലിരിക്കുന്നവർക്ക് മാത്രമേ അംഗങ്ങളിൽ എല്ലാവരും അഡ്രസ്സുള്ളൂ. അങ്ങനെ ലക്ഷ്മിപ്രിയയെ ചെറുതാക്കി ലക്ഷ്മിപ്രിയക്കെതിരെ ഒന്ന് തിരിച്ചുവിടാവുന്ന റൂട്ടിലേക്ക് ഊമക്കത്ത് വരെ അയച്ച അംഗങ്ങൾ വരെ ഉണ്ട്. അംഗങ്ങൾ എന്ന് വെച്ചുമ്പോൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളിലുള്ള ആരോ ഊമക്കത്ത് അയച്ച് ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു എന്താണ് പറയുക, ഒരു കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് ചില ആളുകൾ ഉണ്ട്. ഇതിലെല്ലാം ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും എല്ലാം ഇതിന് മറുപടി പറയണത്. അത് പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇതിന് മറുപടി പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം, അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം എന്താണ് തീരുമാനമെന്ന് കാത്തിരുന്ന് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.